മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. അവിടെ നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 23-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ തിരുവചനത്തില് നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നതുപോലെ നിന്നെ, നിന്റെ സന്താനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിപാലന എങ്ങനെയുള്ളതാണെന്ന് പഠിപ്പിക്കുകയാണ്. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ആ കുഞ്ഞിനെ പിടിക്കാൻ ശത്രു കടന്നു വരുമ്പോ ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെല്ലാം ചിറകിൻ കീഴിലേക്ക് ചേർത്ത് വയ്ക്കും. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ചിറകിൻ കീഴിൽ ചേർത്ത് വെക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും സംരക്ഷിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുക. നിന്റെ ജീവിതത്തിലെ തകർച്ചകളുടെ നിമിഷങ്ങളില്, നിന്റെ ജീവിതത്തിന്റെ ബന്ധനങ്ങളുടെ നിമിഷങ്ങളില്, ഈ ലോകത്തിൽ നിന്ന് നിനക്കേൽക്കേണ്ടി വരുന്ന വേദനകളുടെയും പരിക്കുകളുടെയും തകർച്ചകളുടെയും വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും രോഗങ്ങളുടെയും കഷ്ടതകളുടെയും ഇല്ലായ്മകളുടെയും നിമിഷങ്ങളില് തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് നിന്നെ സംരക്ഷിക്കാൻ, നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നിന്റെ മക്കളെ സംരക്ഷിക്കാൻ ഈശോനാഥൻ ആഗ്രഹിക്കുക. അവിടുത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിലേക്ക് കുഞ്ഞുങ്ങൾ ഓടിച്ചെല്ലാൻ തയ്യാറാവണം. ആ തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ നിൽക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്കേ സാധിക്കുകയുള്ളൂ, വലുതിന് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ തന്നെ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഈശോയുടെ അരികിലേക്ക് ചെല്ലാൻ ഞാൻ തയ്യാറാണോ? ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാണ്. കുഞ്ഞുങ്ങള് ഓടിച്ചെന്ന ചിറകിൻ കീഴിലേക്ക് കയറണം. ചിറക് വിരിച്ചു നിൽക്കുക, അതിലേക്ക് കയറണം. കയറിയില്ല, എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞ് ഓടിയാലോ? ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്. ദൈവം അനുഗ്രഹം നൽകാൻ കാത്തിരിക്കുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ആ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ അരികിലേക്ക്, ഈശോയുടെ അരികിലേക്ക് ചെല്ലാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ ബലിയർപ്പണ നിമിഷങ്ങളും നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങളും നമ്മുടെ വചനവായനയുടെ നിമിഷങ്ങളും നമ്മുടെ ജപമാല പ്രാർത്ഥനയുടെ നിമിഷങ്ങളും കുടുംബ പ്രാർത്ഥനയുടെ നിമിഷങ്ങളും ഒക്കെ ദൈവത്തെങ്കിലേക്ക് നമ്മൾ അടുക്കുന്ന നിമിഷങ്ങളാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഓരോ നിമിഷവും നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ദൈവത്തിന്റെ അരികിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ ഓരോ നിമിഷവും ദൈവിക ഓർമ്മയോടുകൂടെ നമ്മൾ നടക്കണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ അരികിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. കടന്നു ചെന്നെങ്കിലേ സംരക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആ ചിറകിൻ കീഴിൽ നമ്മളായിരിക്കണം. നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് നമ്മൾ കരുതും. നമ്മൾ എളിമപ്പെടണം. എളിമപ്പെട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എനിക്കെല്ലാം ഉണ്ട്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി. ഇങ്ങനെ നടക്കുന്നവർക്ക് ചിറകിന്റെ കീഴിലേക്ക് കയറാൻ പറ്റത്തില്ല. കുഞ്ഞിനെ ചിറകിൻ കീഴിൽ കയറാൻ പറ്റത്തില്ല. വലിയ കോഴിക്ക് ചിറകിന്റെ കീഴിൽ കയറാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എളിമയുണ്ടാവണം. ഹൃദയമുരുകി പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അപ്പോഴേ നമുക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് കുഞ്ഞാവാം. ഈശോയുടെ കുഞ്ഞാണ് ഞാനെന്ന് തിരിച്ചറിയാം. എന്റെ അപ്പനാണ് അവിടുന്ന് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. അപ്പൻ എന്നെ കൈവിടത്തില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കും. എപ്പോഴും അപ്പനെക്കുറിച്ച്, നമ്മുടെ സ്വർഗീയ അപ്പച്ചനെ കുറിച്ച് നമുക്ക് ഓർത്തുകൊണ്ട് നടക്കാം. അവനെ നമുക്ക് വിളിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം, അതിനെ ബലിയർപ്പിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും
പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളെയും ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോയെ, ഈ ദിവസം ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ സംരക്ഷണം ഓരോ നിമിഷവും ഇവർക്ക് നൽകണമേ. അങ്ങയുടെ പരിപാലനം എപ്പോഴും ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.